ഈ ഒരു പയ്യന്റെ നായ്ക്കുട്ടിയെ കാണാൻ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ പോലെ ഇരിക്കുന്നു. കൂടാതെ എല്ലാ ദിവസവും അവൻ അതിനെ പല്ല് തേപ്പിക്കുമ്പോഴും അവന്റെ കൂടെ ബെഡിൽ കിടക്കുമ്പോഴും ആ ഒരു നായ്ക്കുട്ടിയാണെങ്കിൽ വളരെയധികം അനുസരണ കാണിക്കുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കും ഒരു ദിവസം ആ ഒരു പയ്യനാണെങ്കിൽ ഇപ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ട് ഉടനെ തന്നെ അവളെ കോണ്ടാക്ട് ചെയ്ത് അവൻ ഇപ്പോൾ അവളെ ഡേറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു. അങ്ങനെ ആ ഒരു പയ്യനെ കണ്ടപ്പോൾ തന്നെ ആ പെൺകുട്ടിക്ക് അവനെ വളരെയധികം ഇഷ്ടപ്പെട്ട് ഇപ്പോൾ അവന്റെ കൂടെ ആ ഒരു പയ്യന്റെ വീട്ടിലേക്ക് വരുന്നു. ശേഷം അവന്റെ വീടിന്റെ വലിപ്പം കണ്ട് ആകെ അന്തപ്പെട്ട ഒരു പെൺകുട്ടിയാണെങ്കിലും ചിന്തിക്കാതെ അവനോട് അവരുടെ സ്നേഹം തുറന്നു പറഞ്ഞു. അന്ന് രാത്രി അവർ വളരെ സന്തോഷത്തോടെ വീട്ടിൽ കഴിഞ്ഞുകൂടുകയാണ്. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ആ ഒരു നായ്ക്കുട്ടി ആരും കാണാതെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെ ആ പെൺകുട്ടി ഭക്ഷണം കഴിക്കാനായി അവിടെ കാത്തു നിൽക്കെ ഇപ്പോൾ ആ ഒരു പയ്യന്റെ നായ്ക്കുട്ടിയെ കണ്ട് ആകെ ഷോക്കാവുകയാണ്. ശേഷം ഇത് കണ്ടവൾ ആ പയ്യനോട് ആ നായ്ക്കുട്ടിയെ കാണാൻ ശരിക്കും ഒരു മനുഷ്യനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും പയ്യനാണെങ്കിൽ അത് നിന്റെ വെറും തോന്നലാണെന്ന് പറഞ്ഞ് ഇപ്പോൾ അവളെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷേ സംഭവത്തിൽ എന്തോ പന്തികേട് തോന്നിയ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒന്നും പറയാതെ ഇപ്പോൾ പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ശേഷം അവൾ പെട്ടെന്ന് വീട്ടിലേക്ക് ചെന്ന് ആ സംഭവങ്ങളെ കുറിച്ച് ഇപ്പോൾ സെർച്ച് ചെയ്ത് നോക്കി യഥാർത്ഥത്തിൽ പണക്കാരായ വ്യക്തികൾ ഇത്തരത്തിൽ മനുഷ്യരെ അവരുടെ പെറ്റായി വളർത്തുന്ന കാര്യം അവൾക്ക് ഇപ്പോൾ മനസ്സിലാവുകയാണ്. അങ്ങനെ ആ ഒരു പയ്യന്റെ സൗന്ദര്യവും അവന്റെ സമ്പത്തും എല്ലാം ഓർമ്മ വന്നവൾ അവനെ വിളിച്ച് അവളുടെ പെരുമാറ്റത്തിന് ക്ഷമ ചോദിച്ച് വീണ്ടും ഇപ്പോൾ ആ പയ്യന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നാൽ ഈ സമയം ആ ഒരു നായ്ക്കുട്ടിയാണെങ്കിൽ അവളുടെ മേലേക്ക് പെട്ടെന്ന് കയറി വന്ന് അവളോട് എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ തൊട്ടടുത്ത നിമിഷം ആ ഒരു പയ്യനാണെങ്കിൽ വളരെ ദേഷ്യത്തോടെ നായ്ക്കുട്ടിയെ ചീത്ത പറഞ്ഞ് അതിനോട് പുറത്തേക്ക് പോകാൻ പറയുന്നു. അങ്ങനെ അവരുടെ ബന്ധമാണെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ കുറച്ചു കാലം മുന്നോട്ട് പോയെങ്കിലും ഒരു ദിവസം ആ ഒരു നായ്ക്കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്ന് അവളോട് ഒരു ഞെട്ടിക്കുന്ന കാര്യം പറയുന്നു.